പാലേജൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് അമ്മൂമ്മ പറയുന്നത് അരിയൊക്കെ തീർന്നു, ഇനി നാളത്തേക്കും കൂടി ഉള്ളപ്പോൾ പോയി മേടിച്ചിട്ട് വരാമെന്ന്. അപ്പം ഞങ്ങൾ ചോയ്സിലേക്ക് പെട്ടെന്ന് തന്നെ പോയി. രാത്രി ഒരുപാട് സമയമായിരുന്നു, എന്നാലും നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മുടെ ടൂ വീലർ ഇവിടെ വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ടൂ വീലറൊക്കെ പാർക്ക് ചെയ്ത് അകത്തോട്ട് കയറുകയാണ്. ഒരു മാസത്തേക്കുള്ള സാധനം മുഴുവനായിട്ട് ഞങ്ങൾ ചോയ്സിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ചോദിക്കും ഷോപ്പിൽ നിന്ന് മേടിക്കാത്ത എന്താ? ഞാൻ ഡെയിലി യൂസിനുള്ള സാധനങ്ങളെല്ലാം ഞങ്ങളുടെ ചാമ്പക്കട ഷോപ്പിൽ നിന്നാണ് മേടിക്കുന്നത്. എല്ലാ ഓഫറും ഞങ്ങളുടെ ചാമ്പക്കട കടയുടെ നിന്ന് അത്ര ഓഫർ എന്തായാലും കരുന്നപ്പള്ളിയിൽ ആരും ഇടത്തില്ല. പക്ഷേ എനിക്ക് പലചരക്ക് സാധനം പെട്ടെന്ന് പോയി മേടിക്കാൻ എളുപ്പം ചോയ്സ് ആയതുകൊണ്ട്, അടുത്തായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മേടിക്കുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒത്തിരി ലോങ് ആയിട്ട് പോകണം. അല്ലെങ്കിൽ ഞാൻ എല്ലാ സാധനവും അവിടെ നിന്ന് തന്നെ മേടിക്കത്തുള്ളൂ. ഓരോന്നോരോന്ന് മേടിച്ചുകൊണ്ട് വരുന്നതിലും നല്ലത് ഒരുമിച്ചെടുക്കുന്നില്ലയോ. ഡെയിലി യൂസിനുള്ള എല്ലാ സാധനവും ഞാൻ മേടിക്കുന്നത് ഞങ്ങളുടെ ചാമ്പക്കടവിൽ നിന്നാണ്. അങ്ങനെ ഈ കൊച്ചിനെ കണ്ടോ, ഇത് ഞങ്ങളൊരു 3-4 വർഷമായിട്ട് എനിക്ക് നല്ല പരിചയമുള്ളതാണ്. എപ്പം ബില്ലടിക്കാൻ വന്നാലും ഇവിടെ അടുത്ത് തന്നെ വന്നിരുന്നാണ് ഞങ്ങൾ ബില്ലടിക്കുന്നത്. എത്ര വെയിറ്റ് ചെയ്തിട്ടില്ല. നല്ല ഫ്രണ്ട്ലിയാണ് അയാൾ. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞ് ഇവളിത് എല്ലാ മാസവും നല്ല വലിയൊരു ബില്ല് തരും കേട്ടോ. അങ്ങനെ ബില്ലിൻ്റെ വലിപ്പം കണ്ട് അപ്പോൾ എല്ലാ മാസവും ഞെട്ടാറുള്ളതാണ്. എനിക്കത് വലിയ തരുന്നില്ല. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ മേടിച്ച് ഇതേ പോവുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.